പിതാവിനും പരിശുദ്ധ സ്തുതി ആദ്യം തന്നെ ആമീൻ. കർത്താവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധനായ പൗലോസ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: അവൻ അവിടുത്തെ മഹത്വത്തിൻ്റെ തേജസ്സും സത്യയുടെ മുദ്രയുമാണ്. തൻ്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിച്ചതിന് ശേഷം അത്യുന്നതങ്ങളിലുള്ള മഹത്വത്തിൻ്റെ വലതുഭാഗത്ത് അവൻ ഉപവിഷ്ടനായി. പൗലോസ്ലീഹ കർത്താവിൻ്റെ നാമത്തെ എത്രമാത്രം മഹത്വപ്പെടുത്താൻ പറ്റുമോ അത്രമാത്രം മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, അവൻ അവിടുത്തെ മഹത്വത്തിൻ്റെ തേജസ്സും സത്യയുടെ മുദ്രയുമാണ്. പൗലോസ്ലീഹ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ അല്പം വിഷമമാണെന്ന് പത്രോസ്ലീഹ പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എത്രയോ പ്രയാസമായിരിക്കും ഒരു പക്ഷേ ഈ വചനങ്ങളൊക്കെ മനസ്സിലാക്കാൻ. എങ്കിലും ഇവിടെ ഒരു കാര്യം മാത്രമാണ് പൗലോസ്ലീഹ തറപ്പിച്ച് പറയുന്നത്: അവൻ അവകാശമാക്കിയ നാമം ദൈവദൂതന്മാരുടേതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നത് പോലെ അവനും അവരെക്കാൾ ശ്രേഷ്ഠനാണ്. യേശുക്രിസ്തുവിൻ്റെ അതുല്യതയും യേശുക്രിസ്തുവിൻ്റെ മഹത്വവും നമുക്ക് പറഞ്ഞു തരികയാണ് പൗലോസ്ലീഹ. അവനൊരു നാമം അവകാശമാക്കി. ആ നാമം ദൈവദൂതന്മാരുടെ നാമത്തേക്കാൾ ശ്രേഷ്ഠമാണ്. അതുപോലെ തന്നെ അവനും യേശു മിശിഹായും മാലാഹമാരേക്കാൾ ശ്രേഷ്ഠനാണ്. നമുക്ക് മാലാഹമാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ ചിന്തയ്ക്ക് അതീതമാണ് അത് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ചുറ്റും മാലാഹമാരുണ്ട്, കാവൽ മാലാഹമാരുണ്ട്, മുഖ്യദൂതന്മാരുണ്ട്, മാലാഹമാരുടെ അനേകം വൃന്ദങ്ങളുണ്ട്, സ്രോപ്പേന്മാരുണ്ട്, ക്രോവേന്മാരുണ്ട്. മാലാഹമാരെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും ഉന്നതമായ ചിന്തയാണെങ്കിൽ, ആ മാലാഹമാരെ പോലെ നമ്മൾ കാണുന്ന പരിശുദ്ധന്മാർ, സെയിൻസ്, അനേകം പരിശുദ്ധന്മാർ, ശുദ്ധിമതികളും, അവരെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ അവരും എത്രയോ വലിയ ജീവിതം, പരിശുദ്ധമായ ജീവിതം നയിച്ച് സ്വർഗത്തിൽ സ്ഥാനം നേടിയ ആ ദൈവം തിരഞ്ഞെടുത്ത അനേകം വ്യക്തികൾ. അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും വളരെ ഉന്നതമായ രീതിയിലാണ് നാം ചിന്തിക്കുന്നത്. അപ്പോൾ മാലാഹമാരുണ്ട്, വിശുദ്ധന്മാരുണ്ട്. പരിശുദ്ധ ദൈവമാതാവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും മാതാവ് ദൈവത്തിൻ്റെ അമ്മ എന്നാണ്, ദൈവജനനി, യൊൽദാസ് ആലോഹോ എന്നാണ് പറയുന്നത്. ദൈവപ്രസവിത്രി, ദൈവത്തെ പ്രസവിച്ചവൾ എന്നെല്ലാം പിതാക്കന്മാർ മാതാവിനെക്കുറിച്ച് പറയും. മാതാവിനെക്കുറിച്ച് ചിന്തിക്കുന്നതും എത്രയോ ഉന്നതമാണ്. അപ്പോൾ മാലാഹമാരുണ്ട്, വിശുദ്ധന്മാരുണ്ട്. വിശുദ്ധന്മാരിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠയായ പരിശുദ്ധ ദൈവമാതാവുണ്ട്. ഇനിയും അതുപോലെ തന്നെ അനേകം പേര്, അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ അനേകം വിശുദ്ധന്മാർ. ഇവിടെ പൗലോസ്ലീഹ പറയുകയാണ്, ആ മാലാഹമാരെക്കുറിച്ചും വിശുദ്ധന്മാരെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുന്നു. മാലാഹമാരുടെ നാമം നമ്മൾ ഓർക്കുന്നു, വിശുദ്ധന്മാരുടെ നാമം നമ്മൾ ഓർക്കുന്നു. വിശുദ്ധന്മാരുടെ നാമത്തിലാണ് ദേവാലയം സ്ഥാപിക്കുന്നത്. എന്നാൽ അതിലും ശ്രേഷ്ഠമായ നാമം, ആ നാമം, അതിലും ശ്രേഷ്ഠമായ നാമമാണ് യേശുക്രിസ്തുവിൻ്റേത്. യേശുക്രിസ്തുവിൻ്റെ നാമം അതിശ്രേഷ്ഠമാണ്. ആ നാമം ഉച്ചരിക്കുമ്പോൾ പിശാചുക്കൾ ഭയന്ന് വിറയ്ക്കുന്നു. ആ നാമം ഉച്ചരിക്കുമ്പോൾ സൗഖ്യമുണ്ടാകും. ആ നാമത്തിൻ്റെ ശക്തിയിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും അന്ന് നടന്നു, 2000 വർഷം മുമ്പ് നടന്നു, ഇന്നും നടക്കുന്നു. ആ നാമം എല്ലാ നാമത്തേക്കാളും ഉപരിയായ നാമമാണ്. ആ പൗലോസ്ലീഹ എന്നിട്ട് പറയുകയാണ്, അവൻ അവിടുത്തെ മഹത്വത്തിൻ്റെ തേജസ്സാണ്. അപ്പം ദൈവമഹത്വത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, മാലാഹമാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അതൊരു വലിയ മഹത്വമാണ്, മഹത്വപൂർണമായ മാലാഹന്മാർ. പരിശുദ്ധന്മാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരും മഹത്വമേറിയവരാണ്. ദൈവത്തെ ഈ ഭൂമിയിൽ മഹത്വപ്പെടുത്തിയവനെ ദൈവം സ്വർഗത്തിൽ മഹത്വപ്പെടുത്തി ഇതാ നമുക്ക് മധ്യസ്ഥന്മാരായി നൽകിയിരിക്കുന്നു. അവരുടെ മഹത്വവും ഉന്നതമാണ്. എന്നാൽ യേശുക്രിസ്തു അവിടുത്തെ മഹത്വത്തിൻ്റെ തേജസ്സാണ്, സത്തയുടെ മുദ്രയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്വം മുഴുവൻ ആ യേശുക്രിസ്തുവിൽ അടങ്ങിയിരിക്കുകയാണ്.
ഇനി മറ്റൊരു വ്യക്തിക്കും മറ്റൊരു ശക്തിക്കും ഇല്ലാത്ത മഹത്വം, അത്യുന്നതമായ മഹത്വം, ആ മഹത്വപൂർണനാണ് യേശു മിശിഹ. ഇത് പൗലോസ് ശ്ലീഹ വളരെ ശക്തമായി പ്രഘോഷിക്കുകയും വളരെ ശക്തമായി പ്രചരിപ്പിക്കുകയും ചെയ്തു. പൗലോസ് ശ്ലീഹ അങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, തൻ്റെ ജീവിതകാലം മുഴുവൻ കർത്താവിന് വേണ്ടി ജീവിച്ചു. ആ നാമത്തെ പ്രതി മരിച്ചു, രക്തസാക്ഷിത്വം മകുടം കൈവരിച്ചു. അപ്പോൾ പൗലോസ് ശ്ലീഹ ആ നാമത്തിന് കൊടുത്ത വില ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ നിങ്ങളും ഞാനും ആ നാമത്തിന് കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. പൗലോസ് ശ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ അതിൻ്റെ 21ഉം 22ഉം തിരുവചനങ്ങളിലും ഈ നാമത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുകയാണ്. ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും. അപ്പോൾ പൗലോസ് ശ്ലീഹ 2 യുഗങ്ങളെക്കുറിച്ച് പറയണം. ഒന്ന്, നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ യുഗം, ഈ യുഗത്തിൽ നമ്മളിപ്പോൾ ജീവിക്കുന്നു. ഇനിയും വരാൻ പോകുന്ന മറ്റൊരു യുഗമുണ്ട്. ആ യുഗത്തിലും എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അവ അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കുമുപരി അവനെ ഭൂഷണം. പൗലോസ് ശ്ലീഹ ഇവിടെ പറയുകയാണ്, നമ്മൾ ഈ ജീവിക്കുന്ന ഇപ്പോഴത്തെ യുഗം, ഈ യുഗമുണ്ട്, വരാനിരിക്കുന്ന യുഗവുമുണ്ട്. ഇനിയും ഈ 2 യുഗത്തിലും എല്ലാ ആധിപത്യം, ഇവിടെ അനേകം ആധിപത്യങ്ങളുണ്ട്. നമുക്കറിയാം, ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കറിയാവുന്ന ഏറ്റവും ശക്തിമത്തായ മനുഷ്യൻ ആരാണെന്നൊരു സാധാരണക്കാരനോട് ചോദിച്ചാൽ അവർ പറയും അമേരിക്കൻ പ്രസിഡൻ്റാണെന്ന് പറയും. അധികാരം, അവരിൽ അധികാരം കൈ നിൽക്കുന്നതുകൊണ്ട് അവരുടെ നാമം അതെല്ലാവർക്കും അറിയാം. കേരളത്തിൽ താമസിക്കുന്നവർക്കെല്ലാം നമ്മുടെ ആരാണ് ചീഫ് മിനിസ്റ്റർ, ആരാണ് ഗവർണർ എന്നൊക്കെ എല്ലാവർക്കും വളരെ സുവിദിതമാണ്. അപ്പോൾ അവർ പറയും അവർക്കാണ് ആധിപത്യം, അവരുടെ നാമം അറിയാം. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ നാമം ഇതിലെല്ലാം ഉപരിയാണ്. ഇതാണ് കർത്താവ് പൗലോസ് ശ്ലീഹ വഴി പറയുകയാണ്. എല്ലാ നാമങ്ങൾക്കും ഉപരി അവനെ ഉപേക്ഷിതനാക്കി. അവൻ സത്തയുടെ മുദ്രയായതുകൊണ്ട്, ദൈവത്വം മുഴുവൻ അവനിൽ മൂർത്തീഭവിച്ച് ഇരിക്കുന്നതുകൊണ്ട്, ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവൻ യേശു മിശിഹായിലായതുകൊണ്ട്, യേശു മിശിഹായിൽ മാത്രമായതുകൊണ്ട് എല്ലാ നാമങ്ങൾക്കും ഉപരി അവനെ ഉപേക്ഷനാക്കി. ഇനി 22-ാം വചനം പൗലോസ് ശ്ലീഹ അതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. അവിടുന്ന് എല്ലാ വസ്തുക്കളെയും അവൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കി, എല്ലാറ്റിനും മുകളിൽ അവനെ സഭയ്ക്ക് തലവനായി നിയമിക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാറ്റിലും ഉപരി അവനെ സഭയ്ക്ക് തലവനായി. ഇപ്പം സാധാരണ യാക്കോബക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് സഭയുടെ തലവൻ എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാം അറിയാവുന്നത് അന്ത്യോക്യയുടെ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ. കാത്തലിക്സിനോട് ചോദിച്ചാൽ അവർ പറയും മാർപ്പാപ്പയാണ്. കാരണം എല്ലാറ്റിൻ്റെയും മേലും എല്ലാ സഭയുടെ തലവനായി നിയമിച്ചിരിക്കുകയാണ്. ശരിയാണ്, നമ്മുടെ ഭൗമികമായ രീതിയിൽ ചിന്തിച്ചാൽ അങ്ങനെയാണ്. എന്നാൽ പൗലോസ് ശ്ലീഹ പറയുകയാണ്, അതിലുമുപരി സഭയ്ക്ക് മുഴുവൻ തലവനായി നിയമിക്കപ്പെട്ടിരിക്കുന്നത് യേശു മിശിഹായാണ്. കാരണം ആ നാമത്തിൻ്റെ ശക്തി നമുക്ക് ചിന്തിക്കാവുന്ന, ഈ മാനുഷികമായി ഈ ലോകത്തിൻ്റെ ചിന്തയിൽ ചിന്തിക്കാവുന്നതിലപ്പുറം ദൈവം അവനെ ഉയർത്തിയിരിക്കണം. അവൻ്റെ നാമത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കണം, അവൻ്റെ നാമത്തിന് ശക്തി നൽകിയിരിക്കണം. ഇത് പറയുന്നത് ക്രിസ്തുവിൻ്റെ നാമമാണ് നിങ്ങളും ഞാനും ധരിച്ചിരിക്കുന്നത്. പക്ഷേ നിങ്ങളും ഞാനും, അല്ലെ നമ്മൾ ഓരോരുത്തരും യേശുക്രിസ്തു എന്ന നാമത്തിന് യാതൊരു പ്രാധാന്യവും നമ്മൾ കൊടുക്കാറില്ല എന്നുള്ള ഒരു സത്യമാണ്. അല്ലെങ്കിൽ യേശുക്രിസ്തുവിന് മഹത്വം നമ്മൾ കൊടുക്കാറുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആ നാമത്തിന് മഹത്വം കൊടുക്കുക. അപ്പോൾ ഇവിടെ പൗലോസ് ശ്ലീഹ പറയുകയാണ്, അവിടുന്ന് എല്ലാ വസ്തുക്കളെയും അവൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കി, പിന്നെയോ എല്ലാറ്റിനും മുകളിൽ അവനെ സഭയ്ക്ക് തലവനായി നിയമിച്ചു. അവനെയാണ് സഭയുടെ തലവനായി നിയമിച്ചിരിക്കുന്നത്. സഭ അവൻ്റെ ശരീരമാണ്. എല്ലാ വസ്തുക്കളിലും സകലതും പൂർത്തിയാക്കുന്നത് അവൻ്റെ പൂർണ്ണതയുമാണ്. അപ്പോൾ സഭ വിട്ട് നമുക്കൊരു വിശ്വാസം ഇല്ല. അല്ലെങ്കിൽ പരിശുദ്ധ സഭ ദൈവത്തിൻ്റെ ശരീരമാകുന്ന സഭ, യേശുക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ, ആ സഭയുടെ ശിരസ് ക്രിസ്തുവാണ്. അത് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് മലങ്കര സഭയിൽ ഒരു പ്രതിസന്ധി ഉണ്ടായതായ സമയത്ത് പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ എടുത്ത നിലപാട് കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തുന്ന രീതിയിൽ കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ടുള്ളതായിരുന്നു എന്നുള്ളതാണ് ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നത്.
അന്ന് ഞാൻ പരിശുദ്ധ പത്രീസ് ബാവയുടെ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഒരു പ്രത്യേകമായ പ്രതിസന്ധി ഉണ്ടായി നാട്ടിൽ. ആ സമയത്ത് ഞാൻ ബാവയുടെ അടുത്ത് ചെന്ന് ഇങ്ങനെ പറയുകയാണ്, ബാവ, ഈ നാട്ടിലിങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്, എന്താണ് ഈ പ്രതിസന്ധിക്ക് ബാവയിൽ നിന്നൊരു മറുപടി അവർ പ്രതീക്ഷിക്കുന്നു, എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ ബാവ പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, യു ഗോ ടു ദ ചർച്ച് ആൻഡ് പ്രേ. നീ പള്ളിയിൽ പോയി, ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുക, ഐ വിൽ കം ആൻഡ് ജോയിൻ യു എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ പെട്ടെന്ന് തന്നെ പള്ളിയിലേക്ക് പോവുകയും പള്ളിയിൽ മുട്ടുകുത്തി ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുകയും ചെയ്തു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ബാവയും അവിടെ വന്നിരുന്നത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചിരുന്നു. കുറേ നേരം, ഏകദേശം ഒരു 10-15 മിനിറ്റോളം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്, മൗനമായി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചതിന് ശേഷം ബാവ എൻ്റെ തോളിൽ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഇതിനുള്ള മറുപടി റെഡിയാക്കേണ്ടതായിട്ടുണ്ട്, അതിനുള്ള എൻ്റെ തീരുമാനം ഞാൻ അറിയിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് എനിക്ക് വളരെ ഒരു വിസ്മയകരമായ ഒരു കാര്യമായിരുന്നു. പ്രതിസന്ധി ഉണ്ടാകുന്നതായ സമയത്ത് നമ്മളെപ്പോഴും മാനുഷികമായി നമ്മുടെ ചിന്തകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ ചിന്തകൾക്ക് അനുസൃതമായ ഒരു തീരുമാനമാണ് ഉണ്ടാകുന്നത്. എന്നാൽ ബാവായിൽ കണ്ടത് കർത്താവിൻ്റെ നാമത്തെ ഓർത്തുകൊണ്ട് കർത്താവിൻ്റെ അടുക്കൽ പോയി അവിടെ നിന്നും ഒരു മറുപടി, അല്ലെങ്കിൽ അവിടെ കർത്താവിന് ആഗ്രഹിക്കുന്ന രീതിയിൽ ഉള്ളൊരു മറുപടി ബാവായിൽ നിന്ന് ഉണ്ടാവുകയും അത് ഇവിടെ അറിയിക്കുകയും ഒക്കെ ആ സമയത്ത് ഉണ്ടായി. അത് പ്രത്യേകമായിട്ട് ഓർക്കുന്നത്, നമ്മുടെ ബുദ്ധിക്ക് ഉപരിയാണ് ദൈവത്തിൻ്റെ ബുദ്ധി, നമ്മുടെ ചിന്തകൾക്ക് ഉപരിയാണ് ദൈവത്തിൻ്റെ ചിന്തകൾ, നമ്മുടെ നാമത്തിന് ഉപരിയാണ് ദൈവത്തിൻ്റെ നാമം. അപ്പോൾ ആ നാമമഹത്വത്തിനായിട്ട് നമ്മളെടുക്കുന്ന തീരുമാനം നമ്മുടെ നാമമഹത്വത്തിനായി മാറും. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടെടുക്കുന്ന തീരുമാനം ദൈവനാമമഹത്വത്തിനായി തീരും. നമ്മുടെ ബുദ്ധിക്കും ഉപരിയായ ഒരു ബുദ്ധി, നമ്മൾ ചിന്തിക്കുന്ന നാമത്തിന് ഉപരിയായ നാമം എന്ന് പറയുന്ന പോലെ നമ്മുടെ ബുദ്ധിക്കെല്ലാം ഒരു പരിമിതിയുണ്ട്. പക്ഷേ അതിലുപരിയായ ഒരു ബുദ്ധി ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നൽകും. അത് സഭയെ നയിക്കുന്ന വ്യക്തി അങ്ങനെയാണ് തീരുമാനമെടുക്കുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്രമാത്രം ശ്രേഷ്ഠമാണ് ഈ സഭയുടെ മുന്നോട്ടുള്ള ഗമനം എന്ന് പറയുന്നത്. കാരണം തീരുമാനമെടുക്കുന്നത്, അല്ലെങ്കിൽ സഭയെ നയിക്കാനായിട്ട് ഈ ഭൂമിയിൽ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തി പ്രാർത്ഥിച്ച് ഒരു തീരുമാനമെടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, സാധാരണ രീതിയിൽ അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് തെറ്റ് വരികയില്ല. കാരണം അവർ പ്രാർത്ഥിച്ചാണ് എടുക്കുന്നത്. നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് നമ്മുടെ ബുദ്ധിയിൽ ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുന്നതല്ല. നമ്മുടെ ബുദ്ധിക്ക് ഉപരിയായ ബുദ്ധിയുണ്ട്. ഇത് പറയുന്ന പോലെ നമ്മുടെ ചിന്തകൾക്ക് അതീതമായ ചിന്തകളുമുണ്ട്. യെശയ്യാ പ്രവചനം 55-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ പ്രവാചകൻ പറയുകയാണ്, എൻ്റെ ചിന്തകൾ നിങ്ങളുടെ ചിന്തകൾ പോലെയല്ല, എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികൾ പോലെയുമല്ല. കാരണം നമ്മുടെ ചിന്തകൾ, നമ്മുടെ വഴികൾ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിച്ചുണ്ടാക്കുന്ന കുറേ വഴികളാണ്. ആ വഴികൾ ഈ പ്രതിസന്ധിക്ക് ഇന്നതാണ് സൊല്യൂഷൻ എന്ന് നമ്മുടെ ബുദ്ധിയിലാണ് ചിന്തിക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ വഴി വ്യത്യസ്തമായി, ദൈവത്തിൻ്റെ ചിന്തകളും വ്യത്യസ്തമാണ്. കാരണം ദൈവം മനുഷ്യരിലും ഉപരിയാണ്. അവൻ്റെ നാമം, അവിടുത്തെ നാമം നമ്മുടെ ഏത് നാമങ്ങൾക്കും ഉപരിയാണ്. അപ്പോൾ പൗലോസ് പറയുകയാണ്, എല്ലാറ്റിനും മുകളിൽ അവനെ സഭയ്ക്ക് തലവനായി നിയമിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ നാമത്തിന് ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കണം എന്ന് മാത്രമല്ല, ആ നാമത്തിൻ്റെ ശക്തിയിൽ നമ്മൾ വിശ്വസിക്കുകയും ചെയ്യണം. യേശുക്രിസ്തുവിനെക്കുറിച്ച് പൗലോസ് ശ്ലീഹ എപ്പോഴും വിശേഷിപ്പിക്കുന്നത്, ഒരുപക്ഷെ അല്പം പ്രയാസകരമായിട്ട് ഇത് വചനങ്ങൾ തോന്നുമെങ്കിലും പൗലോസ് ശ്ലീഹ വളരെ ശക്തമായി പ്രഘോഷിച്ച ഒരു കാര്യമാണ് യേശുക്രിസ്തുവിൻ്റെ നാമം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടി നിലനിൽക്കുകയും യേശുക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി രക്തസാക്ഷിയാകുകയും ചെയ്ത വ്യക്തിയാണ് പൗലോസ് ശ്ലീഹ. അപ്പോൾ നമ്മൾ ആ പൗലോസ് ശ്ലീഹയുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പൗലോസ് ശ്ലീഹ പറയുകയാണ്, കൊലോസ് ലേഖനം 1-ാം അധ്യായം 13 മുതലുള്ള വചനങ്ങൾ ഇങ്ങനെ പറയുകയാണ്, അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു. പാപമാകുന്ന അന്ധകാരം അവിടെ നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ ഈ പാപമാകുന്ന അന്ധകാരത്തിൽ നിന്ന് നമ്മളെ വിമോചിപ്പിച്ചത് യേശു മിശിഹായാണ്. അവിടുത്തെ പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിച്ചു. അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ രക്ഷ എന്ന് പറയുന്നത് യേശു മിശിഹായിലാണ്. പാപമോചനം എന്ന് പറയുന്നതും യേശു മിശിഹായിലാണ്. മറ്റൊരു വ്യക്തിക്കും പാപം മോചിച്ചു തരാനായിട്ട് സാധിക്കില്ല. അതായത് നമ്മുടെ പാപങ്ങൾ, നമ്മളിപ്പോൾ ഒരാളുടെ അടുത്ത് ഞാനൊരു പാപം ചെയ്തു എന്ന് പറയാം.
വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശയിൽ പാപമോചനമുണ്ട്. അത് കൂദാശ വഴി പുരോഹിതന് ദൈവം കൊടുത്തിരിക്കുന്ന പൗരോഹിത്യ അധികാരമാണ്. എങ്കിലും ആ മോചനവും മേളിൽ നിന്നാണ്, യേശു മിശിഹായിൽ നിന്നാണ്. അപ്പോൾ യേശു മിശിഹായിലാണ് പാപമോചനം, യേശു മിശിഹായിലാണ് പാപവിമോചനത്തിലൂടെയുള്ള രക്ഷ. എന്നിട്ട് പൗലോസ്ലീഹ പറയുകയാണ്, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപമാണ്. ദൈവത്തെ നമുക്ക് കണ്ണ് കാണാൻ പറ്റുകയില്ല, അതാണ് അദൃശ്യൻ. നമുക്ക് ദൃശ്യമായിട്ട് ഇപ്പോൾ നമുക്ക് പരസ്പരം കാണാൻ പറ്റും, എന്നാൽ അദൃശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അദൃശ്യനാണ് ദൈവം, അദൃശ്യനാണ്. ദൈവത്തിന് രൂപമില്ല, ദൈവത്തിന് ഫോമില്ല, ഫോംലെസ് എന്നാണ്. അപ്പോൾ ദൈവത്തെ ആരും കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത്. ദൈവത്തെ ആരും കണ്ടിട്ടില്ല. അപ്പോൾ ദൈവത്തെ വെളിപ്പെടുത്തിയവൻ അത് യേശു മിശിഹായാണ്. ഞാൻ പറയും, ഇവിടെ പൗലോസ്ലീഹ പറയുകയാണ്, യേശു മിശിഹ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപമാണ്. പിന്നെയോ എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനുമാണ്. അവനാണ് ആദ്യജാതൻ, അവനാണ് ദൈവത്തിൻ്റെ ഏകപുത്രൻ. എന്നിട്ട് പറയുകയാണ്, കാരണം അവനിൽ, യേശു മിശിഹായിൽ, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. അവനാണ് സകലത്തിൻ്റെയും സൃഷ്ടാവ്. നമുക്കറിയാമല്ലോ, അവനിനെക്കുറിച്ച് പറയുകയാണ്, അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും അവനിലൂടെയാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഇനിയോ സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന എന്തുമാകട്ടെ, അത് സിംഹാസനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ആധിപത്യങ്ങളായിരിക്കാം, ശക്തികളായിരിക്കാം, അധികാരങ്ങളായിരിക്കാം, എന്തുമാകട്ടെ, മാലാഖമാരാകട്ടെ, മനുഷ്യരാകട്ടെ, എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മൾ യേശു മിശിഹായുടെ നാമം ധരിച്ചിരിക്കുന്നെങ്കിൽ, എല്ലാ നാമത്തിനും ഉപരിയായ നാമമായ യേശു മിശിഹായുടെ നാമത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ, നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഇതാണ്, അവനിലൂടെയാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത്, അവന് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഇന്ന് മനുഷ്യർക്ക് എപ്പോഴുള്ളൊരു ചിന്ത ഇതാണ്, ഞാൻ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു വ്യക്തി വന്നു, വളരെ വിദ്യാഭ്യാസ സമ്പന്നത ഉള്ള ഒരു വ്യക്തി, മെഡിക്കൽ ഫീൽഡിൽ വളരെ പ്രാഗൽഭ്യമുള്ള ഒരു വ്യക്തിയാണ്, എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തി, ഞാനും വളരെ ആദരവോടുകൂടി സ്വീകരിച്ച വ്യക്തി. പക്ഷെ അദ്ദേഹം വളരെ സിൻസിയറായിട്ടൊരു ചോദ്യം ചോദിച്ചു, ആർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്? പൗലോസ്ലീഹ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, അവന് വേണ്ടി. നിങ്ങൾ ധരിച്ചിരിക്കുന്ന നാമം നിസ്സാരമായ നാമമല്ല. നിങ്ങൾ ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുന്നുവെങ്കിൽ, ക്രിസ്തുവിൻ്റെ നാമം നിങ്ങൾ ധരിച്ചിരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ധരിച്ചിരിക്കുന്ന ഈ നാമം നിസ്സാരമായ നാമം അല്ല. നിങ്ങൾ ജീവിക്കേണ്ടത് അവന് വേണ്ടി. അതാണ് പൗലോസ്ലീഹ പറഞ്ഞത്. അവന് വേണ്ടിയും, അവന് വേണ്ടിയാണ് നീ സൃഷ്ടിക്കപ്പെട്ടത്. നിങ്ങളെയും എന്നെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അവന് വേണ്ടിയാണ്. അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളത്, അവനിൽ സമസ്തവസ് ചെയ്യുന്നു. അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ്. അവൻ എല്ലാറ്റിൻ്റെയും ആരംഭവും മരിച്ചിരുന്ന ആദിജാതനുമാണ്. എല്ലാ കാര്യങ്ങളിലും അവനാണ് പ്രഥമസ്ഥൻ എന്ന് പറഞ്ഞാൽ യേശു മിശിഹ, ഇതാണ് കേന്ദ്രം. യേശു മിശിഹായാണ് കേന്ദ്രം. അതുകൊണ്ട് യേശു മിശിഹായിലാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. യേശു മിശിഹായ്ക്ക് വേണ്ടിയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. ഈ ഭൂമി മുഴുവനും നിങ്ങളും ഞാനും സൃഷ്ടിക്കപ്പെട്ടത് അവന് വേണ്ടിയാണ് കേട്ടോ. അവനിൽ സർവസമ്പൂർണതയും നിവസിക്കണമെന്ന് ദൈവം തിരുമനസ്സായി. അവനിലാണ് പൂർണ്ണത മുഴുവൻ, സർവസമ്പൂർണതയും അവനിൽ നിവസിക്കണമെന്ന് ദൈവം തരും. അപ്പോൾ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധ റൂഹായാകുന്ന ദൈവം. നമുക്കറിയാം പരിശുദ്ധ തൃത്വം, ആ തൃത്വത്തിലാണ് നമ്മളുടെ വിശ്വാസം. എന്നാൽ എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം യേശു എന്ന നാമത്തിന് നൽകിയത്, പിതാവായ ദൈവം നൽകിയത് ദൈവ മഹത്വത്തിന് വേണ്ടിയാണ്. സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുമടക്കുന്ന നാമം അവന് നൽകിയത്
പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. അവന് വേണ്ടിയാണ് നാം ജീവിക്കേണ്ടത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല, ഇവിടെ വന്ന വ്യക്തി ഇങ്ങനെ സംസാരിക്കുകയാണ്. വളരെ വിദ്യാഭ്യാസ സമ്പന്നതയുള്ള ഒരു വ്യക്തി. അദ്ദേഹം പറയുന്നു, ആർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്? അദ്ദേഹം കരയുകയാണ്. ഞാൻ എൻ്റെ ജീവിതം ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ജീവിതത്തിൽ ഒരു വലിയ സമസ്യ അവർക്ക് വന്നിരിക്കുകയാണ്. വചനം പറയുന്നു, ആരും നമുക്ക് വേണ്ടി മാത്രം ജീവിക്കരുത്. നമ്മളാരും നമുക്ക് വേണ്ടി മാത്രം മരിക്കുകയും ചെയ്യരുത്. അപ്പോൾ നമ്മൾ പറയും, ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, ഞാൻ ജീവിക്കുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്, അവർ വളരണം, അവർ വലുതാകണം. പൗലോസ്ലീഹ പറഞ്ഞു, നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ നമ്മൾ കർത്താവിന് വേണ്ടി ജീവിക്കണം. മക്കൾക്ക് വേണ്ടി ജീവിച്ചാൽ കുഴപ്പമില്ല, പക്ഷേ മക്കളിലും ഉപരിയായ ഒരാളുണ്ട്. മക്കൾക്ക് കൊടുക്കുന്ന പേരുണ്ടല്ലോ, ആ പേരിലും ഉപരിയായ ഒരു നാമമുണ്ട്, കർത്താവിൻ്റെ നാമം. അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് വേണ്ടി ജീവിക്കണം, മരിക്കുന്നുവെങ്കിൽ കർത്താവിന് വേണ്ടി മരിക്കണം. ജീവിച്ചാലും മരിച്ചാലും നമ്മൾ കർത്താവിൻ്റെ സ്വന്തമാണ്. പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 8-ാം തിരുവചനം. ഉണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവ് നമ്മൾക്ക് തരുന്ന സന്ദേശം ഇതാണ്. അവൻ മഹത്വത്തിൻ്റെ തേജസ്സാണ്, അവൻ സത്തയുടെ മുദ്രയാണ്, അവനിൽ എല്ലാം ഉളവായി, എല്ലാം അവൻ മൂലമാണ് സൃഷ്ടിക്കപ്പെട്ടത്, എല്ലാം അവനിലൂടെയാണ് വന്നത്, ഇനിയും തിരിച്ചു പോകുന്നതും അവനിലൂടെ തന്നെ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രം അവനാണ്. അവൻ എന്ന് പറഞ്ഞാൽ യേശു മിശിഹ. യേശു മിശിഹ, ഇത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഇതിപ്പോൾ ഒരു പുതിയ അറിവല്ല ഇത്. പക്ഷേ യേശു മിശിഹായ്ക്ക് ദൈവം നൽകിയ ആ നാമവും ദൈവം നൽകിയ മഹത്വവും ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ ക്രിസ്തുവിൻ്റെ നാമം വഹിക്കുന്ന നിങ്ങളും ഞാനും ആ രീതിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ കൊടുക്കാനൊരു തീരുമാനമെടുക്കും. നമ്മുടെ ജീവിതം നമ്മുടെ മഹത്വത്തിന് വേണ്ടിയല്ല. പലരും ജീവിക്കുമ്പോൾ, ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു ഡൊണേഷൻ മേടിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരു ബിൽഡിങ് പണിയാണ്, നിങ്ങളുടെ പേര് ഞങ്ങൾ എഴുതിക്കോളാം, നിങ്ങളുടെ പേര് ഞങ്ങളിവിടെ എഴുതി വെക്കാം. അപ്പോൾ അവർ പറയും, ഓക്കെ ശരി, എൻ്റെ പേര് എഴുതി, എൻ്റെ പേര് അല്ലെങ്കിൽ എൻ്റെ അപ്പൻ്റെ പേര് അല്ലെങ്കിൽ എൻ്റെ കുടുംബ പേരൊക്കെ വരുന്നതല്ലേ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, ഞാൻ നല്ലൊരു ഡൊണേഷൻ തന്നേക്കാം. നല്ല എമൗണ്ട് ചിലർ കൊടുക്കാറുണ്ട്. കാരണം എന്താണ്, ആ പേരിനെ നമ്മൾ അത്രമാത്രം സ്നേഹിക്കുന്നു. എൻ്റെ പേര് ചിലർ ഇപ്പോൾ ഉദാഹരണത്തിന് പ്രസംഗിക്കുന്ന സമയത്ത് ഓരോരുത്തരുടെയും പേരെടുത്ത് ഇങ്ങനെ പറയുന്നു, ഇന്ന ആൾ ഇരിക്കുന്നു, ഇന്ന ആളിരിക്കുന്നു, ഇന്നയാൾ, ആ പേരുകളിങ്ങനെ പറയുമ്പം നമ്മുടെ പേര് പറഞ്ഞില്ലെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ പേര് പറഞ്ഞില്ലല്ലോ എന്നൊരു ചിന്ത വന്നു. കാരണം എന്താണ്, ഞാൻ എൻ്റെ പേരിനെ അത്രമാത്രം, എൻ്റെ നാമത്തിന് അത്രമാത്രം പ്രാധാന്യം ഞാൻ കൊടുക്കുന്നു, എൻ്റെ പേര്. പൗലോസ്ലീഹ ഇവിടെ പറയുകയാണ്, എല്ലാ നാമങ്ങൾക്കും ഈ പേര്, നിങ്ങളുടെ പേര് മഹത്വപ്പെട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കുന്നു, അത് തെറ്റാണ്. കർത്താവിൻ്റെ നാമം മഹത്വപ്പെട്ടില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചാൽ അതിന് മൂല്യമുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, എൻ്റെ പേര് എൻ്റെ പേര്, അതുപോലെ എൻ്റെ പേര് എഴുതി വെക്കുക, എൻ്റെ പേര്. അപ്പോൾ നമ്മൾ തിരിഞ്ഞു വരികയാണ്. അതായത് നമ്മുടെ മഹത്വമായി, സ്വന്തം നാമത്തിൻ്റെ മഹത്വം, അല്ലെ സെൽഫ് ഗ്ലോറി എന്നൊക്കെ പറയുന്നത് അതാണല്ലോ നമ്മുടെ മഹത്വം. നമ്മൾ ചിന്തിക്കുന്നത് ഈ ഭൂമിയിലെ ജീവിതം നമുക്കൊരു മഹത്വം കിട്ടാനുള്ളതല്ല. നമ്മൾ മഹത്വപ്പെടുത്തേണ്ടത് കർത്താവിൻ്റെ നാമമാണ്. എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം യേശുവിൻ്റെ നാമം ആണ് എന്നുള്ളത് നമ്മുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയുവാൻ ഇടയാകട്ടെ. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ വണക്കാം. കാരുണ്യവാനായ കർത്താവേ, അവിടുത്തെ നാമമഹത്വത്തിനായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളുടെ നാമമഹത്വത്തിനായി ഞങ്ങൾ ജീവിച്ച നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. കർത്താവെ, അവിടുത്തെ നാമം മാത്രം മഹത്വപ്പെടുവാൻ ഞങ്ങൾ സംസാരിക്കുമ്പോഴും ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോഴും ഞങ്ങളുടെ ജീവിതം വഴിയും അവിടുത്തെ നാമം മഹത്വപ്പെടുവാൻ ഇടയാകണമേ. കർത്താവെ, അവിടുത്തെ നാമം ഞാൻ മറ്റുള്ളവരെ അറിയിച്ചു. അവിടുത്തെ സ്നേഹം ഞങ്ങളുടെ ഉള്ളിൽ ആയിരിക്കുവാൻ അവിടുത്തെ നാമം ഇനിയും അറിയിക്കും എന്ന് പറഞ്ഞ യേശു മിശിഹായുടെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ഫലം പുറപ്പെടുവിക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
അതായത് പരിശുദ്ധ ദൈവമാതാവായ കന്യമറിയാമ്മയുടെയും സകല പുരുഷന്മാരെയും ശുദ്ധിമതികളെയും പ്രാർത്ഥനകളാൽ തന്നെ ആമേൻ.